അപ്പോൾ റോന്ത് സിനിമ കണ്ടു, അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഈ സിനിമ പേര് പോലെ തന്നെ പോലീസുകാരുടെ ജീവിതത്തിൽ അവർ റിയലായിട്ട് അവർ ചെയ്യുന്ന ആ ജോലിയുടെ ഭാഗമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്ന ജോലിയിൽ അവർ കണ്ടുമുട്ടേണ്ടി വരുന്ന കാര്യങ്ങൾ, അതേപോലെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, പിന്നെ റിയലായിട്ട് എങ്ങനെയാണ് അവർ ആ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തേണ്ടി വരിക, അതൊക്കെ റിയലായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഷാഹി കബീർ കഥയായിട്ട് എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ കാര്യത്തിൽ നല്ലൊരു മികവ് ഈ സിനിമയിലുണ്ട്. ഒരു റിയാലിറ്റി, പോലീസുകാരുടെ കാര്യത്തിൽ ഒരു റിയാലിറ്റി ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒരു യോഹന്നാൻ എന്ന കഥാപാത്രമാണ്. അത് ചെയ്തിരിക്കുന്ന ആട്ടെ ദിലീഷ് പോത്തനാണ്. ആ കഥാപാത്രത്തെ ശരിക്കും അങ്ങോട്ട് റിയലായിട്ട് നമ്മളെ തോന്നിപ്പിക്കാൻ ദിലീഷ് പോത്തന് ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തൻ്റെ ഈ അടുത്തിറങ്ങിയ കുറേ സിനിമകൾ അദ്ദേഹം എന്താണോ വേഷം കൊടുക്കുന്നത് അതായിട്ട് തന്നെ മാറാൻ ആ വേഷങ്ങളിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ശൈലി, ആ പതിവ് ശൈലി അദ്ദേഹം ഇതിലും തെറ്റിച്ചിട്ടില്ല. പക്ഷേ ദിലീഷ് പോത്തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ആ കഥാപാത്രങ്ങളിൽ ഇതൊരു നാഴികക്കല്ലായിരിക്കും കേട്ടോ. യോഹന്നാൻ കഥാപാത്രത്തെ അദ്ദേഹം ശരിക്കും മിന്നിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും പോലീസ് ഓഫീസേഴ്സ് എന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ ഇതിൽ ശരിക്കും ദിലീഷ് പോത്തന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു സ്ട്രോങ് എന്ന് പറയുന്നത് ദിലീഷ് പോത്തൻ തന്നെയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് റോഷൻ മാത്യു ഉണ്ട്. കക്ഷിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പോലീസ് ജീപ്പിൻ്റെ ഡ്രൈവറായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കുള്ള ആ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ റിയലായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ നിരീക്ഷിക്കും. അപ്പോൾ അത് എനിക്ക് എന്തൊക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കാനും അതേപോലെ ആസ്വദിക്കാനും സാധിക്കും. പക്ഷേ ഒരു ഫാമിലി ആയിട്ട് ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഫാമിലി, ഞാൻ ഫാമിലി ആയിട്ട് ഈ സിനിമയ്ക്ക് പോയാൽ മക്കൾ എൻ്റെ അടുത്ത് സിനിമ വിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഒരു ചോദ്യം ചോദിക്കും, അച്ഛൻ ഈ സിനിമയല്ലാതെ വേറെ സിനിമയൊന്നും കിട്ടിയില്ലേന്ന് ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിനിമാറ്റിക് ആയിട്ടില്ല, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടില്ല ഈ സിനിമ. എവിടെയും ഒരു സസ്പെൻസ് നമുക്ക് തോന്നുന്നില്ല, ഒരു ത്രില്ലിങ് തോന്നുന്നില്ല. ഒരു റിയലായിട്ട് അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു സിനിമ കാണാൻ പോകുന്നവർക്ക് റിയലായ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി പോവുക എന്നുള്ളതല്ലല്ലോ, ഒരു എൻ്റർടൈൻമെൻറ്റിനാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിരിക്കുമ്പോൾ നല്ലൊരു ത്രില്ലിങ് തോന്നണം, അല്ലെങ്കിൽ സസ്പെൻസ് തോന്നണം, അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കോമഡി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല പാട്ട്, ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് പ്രേക്ഷകർ പോകുന്നത്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു റിയൽ സംഭവമായിട്ടാണ് ഈ സിനിമ അങ്ങനെ റോന്ത് പോകുന്നത്. അതൊക്കെ ഓക്കെയാണ്. ഞാൻ ഇതൊക്കെ നിരീക്ഷിച്ചതുകൊണ്ട് എനിക്കതൊക്കെ ഓക്കെ ആയി തോന്നിയെങ്കിലും ഒട്ടും നിരീക്ഷിക്കാതെ ഈ സിനിമ കാണുമ്പോൾ പലർക്കും ലാഗും അതേപോലെ ബോറടിയും തന്നെ തോന്നുകയുള്ളൂ. സിനിമയുടെ അവസാനത്തെ ഒരു 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്, ആ സമയം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം കഥ അതേപോലെ സംവിധാനം ഷാഹി കബീറിന് എഴുതി കാണിക്കുകയാണ്. എന്താണിത്? ആ അവസാനത്തെ കുറച്ച് സമയമെങ്കിലും ഒരു ത്രില്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റർ കൊണ്ടുവരാമായിരുന്നില്ലേ? സിനിമ കാണുന്നവർക്ക് അതൊരു സിനിമയാണെന്ന് തോന്നണ്ടേ? അത് ഷാഹി കബീർ ശ്രദ്ധിക്കണമായിരുന്നു. ആ ഭാഗം പറ്റ അങ്ങോട്ട് പൊളിച്ചു കളഞ്ഞു. അതേപോലെ റോഷൻ മാത്യുവിൻ്റെ ആ അവസാനത്തെ ആ ഒരു 10-20 മിനിറ്റ് സമയം, ഒരു 15 മിനിറ്റ് സമയം, അങ്ങേരെ അത്ര നേരം ഒരു റിയലായ പോലീസ് പോലെ ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയോ ഒരു കാണിച്ചു കൂട്ടലിൽ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ എന്നാലും ഇതിൽ ആ ദിലീഷ് പോത്തൻ്റെ കഥാപാത്രം അവസാനം ആ പേരെഴുതി കാണിക്കുന്നതിന് മുമ്പ് വരെയും അദ്ദേഹം പോലീസ് ഓഫീസറായിട്ട് തന്നെ ഈ സിനിമയിലുണ്ട്. ആ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഇത് സിനിമാറ്റിക് ആയിട്ടില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. അത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ ഫാമിലിയെക്കുറിച്ച് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ഇല്ലായിരിക്കാം. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ ഈ സിനിമയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയിക്കാം. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി മനേഷ് മാധവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ സിനിമയിൽ രാത്രിയിലുള്ള സംഭവങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും സിനിമാറ്റോഗ്രാഫി ശ്രദ്ധിക്കേണ്ട ഒരു സിനിമയാണ്. നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി കൊടുത്തിട്ട്
ഒരു സസ്പെൻസ് ത്രില്ലിങ് ഒക്കെ കൊടുക്കാമായിരുന്നു. ഒന്നുമില്ലാതെ എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ച് പോവുകയാണ്. അപ്പം കഥാപാത്രങ്ങളെ എനിക്ക് ഇഷ്ടമായെങ്കിലും ഒരു റിയാലിറ്റി തോന്നിയെങ്കിലും സിനിമയുടെ കാര്യത്തിൽ എനിക്ക് അത്ര പോരാ എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത്.